അപ്പോഴേ പെട്ടെന്നൊരു പൂതി പായസം കുടിക്കണമെന്ന്. ഓണത്തിന് പായസം കുടിച്ചെങ്കിലും അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണ പായസമാണ് കേട്ടോ, ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമില്ലാതില്ല. കാര്യം എന്തായാലും ശരി, അതൊന്നല്ല റീസൺ. പെട്ടെന്ന് അങ്ങനെ തോന്നി, അങ്ങനെ വിചാരിച്ചു ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ നുറുക്ക് ഗോതമ്പുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ച് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പായസം ഉണ്ടാക്കാം. അങ്ങനെ പായസത്തിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് നുറുക്കോതമ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള നുറുക്കോതമ്പ് ഞാനത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു വിസിലിന് ഞാൻ ഓഫ് ചെയ്തിട്ടാ. അപ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു കവർ പാൽ അങ്ങോട്ട് വീത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ തന്നെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാനിയാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏലക്ക നല്ല ജീരകം കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. ഇനി കശുവണ്ടിയും കിസ്മിസും വറുത്ത് കോരി ഇട്ടാൽ മതി. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കിസ്മിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കശുവണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്തു, നെയ്യിൽ വറുത്ത് അങ്ങോട്ട് കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പായസം സെറ്റ്, ഇനി കുടിച്ചാൽ മതി.